KSRTCയുടെ ബഡ്ജറ്റ് ടൂറിസം സെല്ലിന്റെ ഉല്ലാസയാത്രയുടെ ഭാഗമായി പൊന്മുടി യാത്രയുടെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ. രാവിലെ 6 മണിക്കാണ് വണ്ടി പുറപ്പെടുന്ന സമയം പറഞ്ഞിരുന്നത്. എങ്കിലും കുറച്ചാളുകൾ എത്താൻ ലേറ്റ് ആയതുകൊണ്ട് 6:45-നാണ് യാത്ര ആരംഭിച്ചത്. ഞങ്ങളുടെ യാത്രയുടെ കോർഡിനേറ്റർ സൈത ചേച്ചിയും സാരഥി ജയകുമാർ അണ്ണനുമായിരുന്നു. ഫുൾ ടൈം ചിരിക്കുടുക്കുകയും യാത്രയുടെ ഉടനീളം ഞങ്ങളെ എല്ലാവരെയും ഒരേ കണക്ക് കെയർ ചെയ്യുകയും യാത്രയിൽ ഉടനീളം വിരസത ഒന്നും തോന്നിക്കാതെ കലാപരിപാടികളും തമാശകളും പറഞ്ഞ് ഞങ്ങളിലെ ഉള്ളിലെ കലാകാരന്മാരെയും കലാകാരികളെയും പുറത്തെത്തിക്കാൻ അഘോരാത്രം സജിത ചേച്ചി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടില് പുഴയുണ്ടാർന്നേ, പുഴ നിറയെ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ. അന്നവിടൊരു വയലുണ്ടാർന്നേ, വയൽ മുഴുവൻ കതിരുണ്ടാർന്നേ, കതിർ വത്താൻ കിളി വരുമാർന്നേ, കിളികൾ പാടണ പാട്ടുണ്ടാർന്നേ. 8 മണിയോടെ ന്യൂ സുപ്രഭാതം എന്ന വെജിറ്റേറിയൻ ഹോട്ടലിൽ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി എത്തിയിരുന്നു. 770 രൂപയാണ് കൊല്ലത്ത് നിന്നും പൊന്മുടിയിലേക്കുള്ള യാത്രയുടെ ടിക്കറ്റ് നിരക്ക്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും അതിൽ ഉൾപ്പെടുന്നതല്ല. ഇനി ഞങ്ങളുടെ സാരഥിയായ ജയകുമാർ അണ്ണനെ ഒന്ന് പരിചയപ്പെടാം. ആളൊരു സരസനാണ്. വണ്ടിയിലുള്ള ഞങ്ങൾ എല്ലാവരും ഫുൾ ടൈം ഓൺ മൂഡായിരിക്കണം എന്ന് മാത്രമേ അണ്ണന് ആഗ്രഹമുള്ളൂ. വണ്ടിയിൽ നിങ്ങൾ തലകുത്തി മറഞ്ഞോളൂ, ഡാൻസ് കളിച്ചോളൂ, ഒരു കാരണവശാലും നിങ്ങൾ വീഴില്ല, ഇത് എൻ്റെ ഗ്യാരണ്ടി. ജയകുമാരൻ മക്കിക്കൂടെ വിളിച്ചു പറഞ്ഞൊരു കാര്യമാണിത്. ഇത്രയും കോൺഫിഡൻറ്റോടെ ഒരാളിത് പറയണമെന്നുണ്ടെങ്കിൽ അയാളുടെ ഡ്രൈവിങ്ങിൻ്റെ സ്കിൽ ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. അതുപോലെ തന്നെ റോഡ് ഭയങ്കര മോശമായിരുന്നു. അതിൽ ഞങ്ങൾക്ക് ആർക്കും യാതൊരുവിധ കേടുപാടും വരുത്താതെ ജയകുമാരൻ നല്ല കെയറിങ് ആയിട്ട് തന്നെയാണ് വണ്ടി ഹാൻഡിൽ ചെയ്തത്. സേഫ് സ്മൂത്ത് ഡ്രൈവിംഗ് ആയിരുന്നു. 32 പേരടങ്ങുന്ന ഈ യാത്രയെ ഞാൻ എത്തിപ്പെട്ടത് വളരെ യാദർശികമായിട്ടായിരുന്നു. KSRTCയുടെ മറ്റൊരു യാത്രയായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തത്. അവസാന നിമിഷം ആ യാത്ര ക്യാൻസൽ ആയതുകൊണ്ടാണ് ഞാൻ ഈ പൊന്മുടി യാത്ര ചൂസ് ചെയ്തത്. തിരുവനന്തപുരം ജില്ലയിലെ ഒരു വിനോദസഞ്ചാര മലമ്പ്രദേശമാണ് പൊന്മുടി. വടക്കു കിഴക്കായി സ്ഥിതി ചെയ്യുന്ന പൊന്മുടി കടൽനിരപ്പിൽ നിന്നും 1100 മീറ്റർ ഉയരത്തിലാണ്. മലദൈവങ്ങൾ പൊന്നു സൂക്ഷിക്കുന്ന മല ആയതിനാലാണ് ഈ മലയെ പൊന്മുടി എന്ന് വിളിക്കുന്നത് എന്നാണ് ഒരു വിഭാഗം ആദിവാസികൾ വിശ്വസിക്കുന്നത്. ആനപ്പാറയിൽ നിന്നും ആരംഭിക്കുന്ന അവസാനത്തെ ഒരു 18 കിലോമീറ്റർ ഉണ്ട്. മലനിരകളിലൂടെയും തേയിലത്തോട്ടങ്ങളിലൂടെയുമുള്ള ആ ഒരു കാഴ്ച നമുക്ക് നല്ലൊരു കാഴ്ചയാണ് സമ്മാനിക്കുക. ഡ്രൈവർമാർക്കും റൈഡർമാർക്കും 22 ഹെയർപിൻ വളവുകൾ നാവിഗേറ്റ് ചെയ്യേണ്ടതിനാൽ ഈ സ്ട്രീറ്റിലുള്ള യാത്ര ആവേശകരമായ ഒരു അനുഭവം തന്നെയാണ്.
പൊന്മുടിയിലെ കാലാവസ്ഥയും സസ്യജാലങ്ങളും വരയാടുകൾക്ക് അനുയോജ്യമായതുകൊണ്ട് പൊന്മുടി വരയാടുകളുടെ പേരിലും പ്രസിദ്ധമാണ്. ഇവിടെ പ്രധാനമായും 4 കുന്നുകളാണ് ഉള്ളത്. ഇതിൽ ഒന്നാണ് മൊട്ടക്കുന്ന്. നമ്മൾ ഏറ്റവും ആദ്യം കയറാൻ പോകുന്നത് മൊട്ടക്കുന്നിലാണ്. ഈ കുന്നിന് ഓപ്പോസിറ്റായിട്ട് 2 കുന്നുകൾ കൂടിയുണ്ട്. ഒന്നിൽ കേരള പോലീസ് ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിൻ്റെ വയർലെസ് റിപ്പീറ്റർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നു. നമുക്ക് അതിൻ്റെ എൻട്രൻസ് വരെ നമുക്ക് പ്രവേശനമുള്ളൂ. അതിനകത്തേക്ക് നമ്മളെ ആരെയും കയറ്റുകയില്ല. മറ്റൊരു കുന്നിൽ ഒരു വ്യൂ പോയിൻ്റ് പണിഞ്ഞിട്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ മുകളിൽ ആരെയും കയറ്റുന്നില്ല. ആ വ്യൂ പോയിൻറ്റിൻ്റെ സ്റ്റെപ്പിൽ വിറകുകൾ അടുക്കി വെച്ച് വഴി ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ധാരാളം സഞ്ചാരികൾ എത്തുന്ന ഈ ഒരു ഹിൽ സ്റ്റേഷനിൽ വേണ്ടപ്പെട്ട അധികാരികൾ ഇടപെട്ടാൽ ഗവൺമെൻറ്റിന് നല്ലൊരു വരുമാന മാർഗവും എന്നെപ്പോലെയുള്ള സഞ്ചാരികൾക്ക് ഒരു മെമ്മറബിളായ ഒരു ഡെസ്റ്റിനേഷൻ കൂടിയാകും ഈ പൊന്മുടി. അധികാരികൾ വേണ്ട രീതിയിൽ പൊന്മുടിയെ പരിഗണിച്ചാൽ ലോക നിലവാരത്തിലെത്താൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് തന്നെയാണ് പൊന്മുടി എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട.
ഉച്ചയ്ക്ക് ഫുഡ് സെറ്റ് ചെയ്തത് ഹോട്ടൽ രോഹിണി ഇൻ്റർനാഷണൽ ആയിരുന്നു. ഞാൻ വെജിറ്റേറിയൻ ഊണാണ് കഴിച്ചത്. ഫുഡിൻ്റെ കാര്യത്തിലും അക്കോമഡേഷൻ്റെ കാര്യത്തിലും ഞങ്ങൾ എല്ലാവരും ഒരേപോലെ ഹാപ്പി ആയിരുന്നു. അടുത്തതായി ഞങ്ങളുടെ യാത്ര കല്ലാർ മീൻമുട്ടി വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയാണ്. മീൻമുട്ടി വെള്ളച്ചാട്ടം കാണുന്നതിൻ്റെ പ്രവേശന പാസ് ഞങ്ങളുടെ എല്ലാവരുടെയും സൈദ് ചേച്ചിയാണ് എടുത്തത്. അപ്പോഴാണ് മനസ്സിലായത് ബസ് ഫെയറായ 770 രൂപയിൽ ഈ പാസിൻ്റെ എമൗണ്ട് കൂടി ഇൻക്ലൂഡഡ് ആണെന്ന്. മീൻമുട്ടി വെള്ളച്ചാട്ടം കേരളത്തിൽ തിരുവനന്തപുരത്ത് മാത്രമല്ല അങ്ങ് വയനാട്ടിലുമുണ്ട്. വയനാട്ടിലും ഇതേ പേരിൽ തന്നെ മീൻമുട്ടി എന്ന പേരിൽ തന്നെ മറ്റൊരു വെള്ളച്ചാട്ടം കൂടിയുണ്ട്. അപ്പോൾ കേരളത്തിൽ മീൻമുട്ടി വെള്ളച്ചാട്ടം 2 സ്ഥലത്തുണ്ട്. ഒന്ന് തിരുവനന്തപുരത്തും മറ്റൊന്ന് വയനാട്ടിലും. വണ്ടി പാർക്ക് ചെയ്തതിൻ്റെ അടുത്തായി വിശ്രമിക്കാനുള്ള സൗകര്യമുണ്ട്. അതുകൂടാതെ കുളിക്കാനുള്ള സൗകര്യത്തിനായി ഒരു ചെറിയൊരു അരുവിയും ഇവിടെയുണ്ട്. മീൻമുട്ടിയിൽ വരുന്നവർ വെള്ളത്തിൽ ഇറങ്ങാനുള്ള സൗകര്യത്തിനായി ഒരു ജോഡി ഡ്രസ്സ് സെപ്പറേറ്റ് കരുതുക. ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. അരയാൽ വേരുകൾക്കിടയിലൂടെ ആഴത്തിൽ പതിക്കുന്ന വെള്ളച്ചാട്ടം കാണാൻ ദിനം പ്രതി നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. വെള്ളച്ചാട്ടത്തിലെ പാറകളിൽ നിരവധി കൊത്തുപണികൾ നമുക്ക് കാണാൻ സാധിക്കും. ശ്രീനാരായണ ഗുരു സന്ദർശനം നടത്തിയ ഇടം എന്ന നിലയിൽ ചരിത്ര പ്രാധാന്യവും മീൻമുട്ടിക്കുണ്ട്. തിരുവനന്തപുരം കൊല്ലം ജില്ലയുടെ അതിർത്തിയിലാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. മടത്തറ വനമേഖലയിൽ നിന്നും ഉത്ഭവിക്കുന്ന തോടാണ് മീൻമുട്ടി വഴി പോകുന്നത്. വാമനപുരം നദിയിലേക്കാണ് ഇത് ചെന്ന് പതിക്കുന്നത്. പ്രകൃതിയുടെ ഭയാനകമായ ദൃശ്യ സൗന്ദര്യം പടുകൂറ്റൻ പാറകളായും വള്ളിപ്പടർപ്പുകളായും നമ്മളിൽ ഭീതിയുണ്ടാക്കും. മഴ സമയങ്ങളിൽ പൊന്മുടിയിലെയും മീൻമുട്ടിയിലെയും യാത്ര വളരെ ദുഷ്കരമാണ്. PB വ്ലോഗിൻ്റെ പൊന്മുടിയിലെയും മീൻമുട്ടിയിലെയും കാഴ്ചകൾ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ കമന്റ് ഇടുക.